ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 77 ശ്ലോകം 11-12. ഐക്ഷ്വാഗോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യാം ച ഭക്തിം ദുതസകലമലാം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാർത്ഥലോക പ്രതീത്यै തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിതഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഐക്ഷ്വാകഃ അഹം വിരക്തഃ അസ്മി അഖില നൃപസുഖേ ത്വത് പ്രസാദ ഏകകാംക്ഷി ഹാ ദേവ ഇതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേഃ തുല്യാം ച ഭക്തിം ധൂത സകലമലാം മോക്ഷം അപി ആശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാർത്ഥ ലോക പ്രതീത്यै തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവന ആഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈഃ പുരാ ഇവ നിവാരിതഃ ചരമവിജയം ദർപ്പായ അസ്മൈ പ്രദായ പലായിതഃ ജലധി നഗരീം യാതഃ വാതാലയേശ്വര പാഹി മാം. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് കാലയവനോട് അന്ത്യം മുച്ചുകുന്ദനാല ആച്ച്, മുകുന്ദനാല കടക്കലെ മുച്ചുകുന്ദനാല താൻ അവനക്ക് അന്ത്യമാച്ച് அப்படின்னு ചൊല്ലി അടുത്തതില മുച്ചുകുന്ദൻ ഭഗവാനെ സ്തുതി പണ്ണപ്പെട്ടതാക്കും. ഹാ ദേവ, ഹേ ദേവ, അഹം ഐക്ഷ്വാകഃ, ഞാൻ ഇക്ഷ്വാകു വംശജനാണ്, ഒരു രാജാവാക്കും ഞങ്ങൾ. അഖില നൃപസുഖേ വിരക്തഃ അസ്മി, ഒരു രാജാക്ക് എന്നെല്ലാം സുഖങ്ങൾ കടയ്ക്കണമോ അതെല്ലാം ഞാൻ അനുഭവിച്ചാച്ച് എനക്കതിലൊന്നും ഇപ്പം ആശയില്ല. എനിക്കതെല്ലാം വെറുപ്പ് മര്യാദയാച്ച്. ഇപ്പൊ ചിഹ്നത്തിൽ എന്നെല്ലാമോ ആശയിരിക്കും. കൊഞ്ഞം പെരിച്ചാർത്ത അന്താശയല്ല ഇരിക്കപ്പെട്ടത്. ചിന്ന കുഴന്തയായിരിക്കുന്നത് ഒരു ഡോള് കണ്ട ആശയിരിക്കും, ഒരു ബോള് കണ്ട ആശയിരിക്കും. കൊഞ്ഞം വയസ്സായിച്ച തന്നെ ഡോളിലേയും ബോളിലേയും ഉള്ള ആശ വീടുമില്ല. അത് കഴിഞ്ഞാഴ്ച തന്നെ വേറൊന്നിലായിരിക്കും ആശ. കൊഞ്ഞം കൂടി കഴിഞ്ഞാൽ അതും പോയിടും. അപ്പടിയാ എല്ലാം ഉപയോഗിച്ച് എനിക്ക് ഒന്നിലേയും ഇപ്പം ഇഷ്ടമില്ല. വിരക്തി വന്നയച്ച് ചൊല്ലാറ് മുച്ചുകുന്ദൻ. ത്വത് പ്രസാദൈകകാംക്ഷി, എന്താ ഭഗവത് പ്രസാദം അതൊന്നും അത്ര എനിക്ക് വേണം. ഭഗവാനോട് അനുഗ്രഹം ഒന്നുതാൻ വേണം. ഇതി സ്തുവന്തം, ഇപ്പടി സ്തുതിച്ച് താം വരവിതതിഷു നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ, ഒരു വരവും എനിക്ക് വേണ്ട അപ്പടിന്ന് ചൊല്ലപ്പെട്ടതുക്ക് മിന്നാടി വരമൊന്നും വേണ്ട. ഞാനൊരു ഭക്തനെ നമ്മൾ പാത്തു, പ്രഹ്ലാദന്. ഒരു വരവും വേണ്ട, വരം കേൾക്കാതെക്കിരിക്കർത്തുക്കുള്ള വരം കൊടുങ്കോ അപ്പടിന്ന് ചൊല്ലി പാത്തോ നമ്മൾ. അതേതാണ് ഇങ്ങേം കേക്കറാൻ മുജുകുന്നനെ. എനിക്ക് വരത്തിലൊന്നും ആശയില്ലേ, അതിലൊന്നും എനിക്ക്
சந்தோஷம் கிடைக்காது அப்படின்னு உள்ளது பகவான் தெரிஞ்சிருந்து ധൂത സകലമലാം அந்த മുചുകുന്ദനോട് മനസ്സിലിരിക്കപ്പെട്ട സകല മാലിന്യത്തെയും നീക്കി മുക്തേഹേ തുല്യാംച ഭക്തിമാശു മോക്ഷத்துக்கு തുല്യമാവേ ഇരിക്കപ്പെട്ട அந்த ഭക്തിയെ കൊടുത്ത് അഭിതത്വ ആശു മോക്ഷം അഭിതത്വ കൊഞ്ഞം കഴിഞ്ഞെന്ന ഭക്തിയോട് പരമകാഷ്ടയത്ത് കഴിയത്തെ സ്വാഭാവികമാ എന്നെ കടച്ചിക്കും മുക്തി കടച്ചിക്കും മോക്ഷത്തെ കടച്ചിക്കും அப்படின்னு അനുഗ്രഹം பண்ணி ഹിംസാവിശുദ്ധി തപഹ കാര്യം ഹിംസാദോഷം തീരർത്തുക്കാൻ വേണ്ടി തപസ് പണ്ണണം ഇതിച്ച ലോകപ്രതീത്തെ തഥാ പ്രാർത്ഥ அப்படின்னு ഭഗവാൻ ചൊല്ലറ എന്നത്തിനാല് ലോകത്തിലുള്ളവാൾക്കെല്ലാം വിശ്വാസം വരത്തുക്കാൻ വേണ്ടി അപ്പടി ചൊല്ലറ ഭഗവാനോട് അനുഗ്രഹം ഇരുന്നാനാന വേറെ എന്നെ വേണം அப்படின்னு തോന്നും നമ്മൾക്ക് ആന ഭഗവാനോട് അനുഗ്രഹം ഉണ്ട് എന്നുള്ളതെല്ലാം ശരിതാൻ അതും കൂടെ എന്നോട് ചൊല്ലറവർ ഹിംസ പണ്ണീരിപ്പ രാജ ചൊല്ലർത്തെ പലതരത്തിലുള്ള ഹിംസാ കാര്യങ്ങളെല്ലാം പണ്ണീരിക്കലാം അന്ത ഹിംസാ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് തപസ് പണ്ണിനാത്ത അതിനെന്ത് മുക്തി കടയ്ക്കും അല്ലാട്ട നാളേക്ക് എല്ലാരും ഹിംസ പണിയിട്ട് കൃഷ്ണര് അനുഗ്രഹം പണിയാച്ചു அப்படின்னு തോന്നപ്പോഴതില്ല അതുക്കാ വേണ്ടി ഇത് പണ്ണുങ്കോ തപസ് പണ്ണുങ്കോ அப்படின்னு മുചുകുന്ദനക്ക് ചൊല്ല തദനു മധുരാം ഗത്വാ യവനാഹൃതാം ചമൂം ഹത്വാ നേരെ മധുര നഗരിക്ക് പോറാൻ കാലേവനൻ മാത്രം തന്നെ ഭഗവാനക്ക് പിന്നാടി പോയി അങ്ങ് എരിഞ്ചു പോന മീതിയിരിക്കപ്പെട്ട സൈന്യമെല്ലാം ഇരിക്കെ അതെല്ലാത്ത ഇല്ലായ്ക്കാക്കി ഓടാൻ തിരുമ്പി വന്ന് മാർഗേ പുരാ ഇവ മഗധപതിനാ സൈന്യൈഹി നിവാരിത എന്നിട്ട് ദ്വാരയ്ക്ക് പുറത്തേക്ക് പിന്നാടി ജരാസന്ധൻ തിരുപ്പി ഒരു പടയെല്ലാം കൂട്ടിന്ന് വന്ന് എന്താ കാട്ടി അവൻ ജയിച്ചു കിട്ടും നാം ഭയന്ന് ഓടാമായി ഇരിക്കട്ടും அப்படின்னு നനച്ചെന്ത് ദർപ്പായാസ്മൈ ചരമ വിജയം പ്രദായ പലായുധ അവനോട് കടശി ജയമായിരുന്നിരുന്ന് കെട്ടും ഇനി അവനക്ക് ഒരു ജയം വരണ്ട அப்படின்னு നനച്ച് അങ്കേന്ത് ഓടിപ്പോയിടുക എങ്ക ദ്വാരകയില ജലധി നഗരീം സമുദ്രത്തിന് നടുവില് ഒരു ദ്വാരകാങ്കര പട്ടണം കെട്ടി അതില് പോയി ഇരിക്കാം പാതാലയേശ്വര നാം പാഹി അപ്പടിയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമെന്ന് ദ്വാരകയിൽ ചൊല്ലപ്പെട്ടത് ബലരാമനക്ക് രേവതിയെ വിവാഹം പണി കൊടുപ്പ ബലരാമനക്ക് അപ്പൊ രൈവതനോട് കൈവശം വരുന്ന ഭൂമിയാക്കും എന്താ ദ്വാരകാപട്ടണമായി പുനർനിർമ്മിച്ച അപ്പടിന്ന് ചൊല്ലുക. ഇനി അടുത്ത ദശകത്തില് ഭഗവാനോട് വിവാഹം പാക്കല നമ്മൾക്ക്. ഹരേ കൃഷ്ണ.